Assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പാൽവാഴക്കയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ഈ പായസമൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ഇതുപോലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗസ്റ്റുകൾക്കും തന്നെ നല്ല ഇഷ്ടമാവുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ജവ്വരി വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 2 നേന്ത്രപ്പഴം എടുത്തിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ആ പഴമൊക്കെ നമ്മൾ നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. പഴമൊക്കെ നല്ലപോലെ വാട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് പാലൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. പാൽ നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ജവ്വരി ഒന്ന് അരിച്ചിട്ട് അതൊഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിന് പാകത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പഞ്ചസാര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ലപോലെ തിളക്കണം. അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളക്കാനായിട്ട് വെക്കണം കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കരുത്. പിന്നെ നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ആയി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് താളിച്ചിടാനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കാഷ്യൂനട്ട് ഒന്നായി വരുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി നമ്മൾ ട്രൈ ചെയ്യാതെ പോകരുത്. ഞാനിപ്പോൾ മുമ്പ് ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ്. അപ്പോൾ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യാതെ കണ്ട. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ചൂടോടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചൂടോടെ പോയി കഴിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.